റാഷിദിന്റെ ഇത്തവണത്തെയും പ്രവചനം കൃത്യമായി. അതായത് റാഷിദ് പറഞ്ഞിരുന്നു, അതായത് UDF-ന് 91 മുതൽ 102 സീറ്റ് വരെ എന്ന് പറഞ്ഞു. ഇത് കൃത്യമായിട്ട് നടന്നു. LDF-ന്റെ കാര്യത്തിൽ മാത്രമാണ് 38 മുതൽ 48 വരെ എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ 35 കിട്ടിയുള്ളൂ. പക്ഷെ NDA-യുടെ കാര്യത്തിൽ 3 എന്ന് പറഞ്ഞു, അതായത് 1 മുതൽ 3 എന്ന് പറഞ്ഞതിൽ കൃത്യമായിട്ട് 3-ൽ വന്ന് നിൽക്കുകയും ചെയ്തു. അപ്പൊ അത്രയും കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക പ്രവചനമായിരുന്നു വന്നത്. ഇതിപ്പോ വലിയ രീതിയിൽ, അതായത് റാഷിദിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ റാഷിദ് ഇതിനു മുമ്പ് നടത്തിയ പ്രവചനങ്ങൾ പലതും ഫലവത്തായി, അല്ലെങ്കിൽ അതൊരു റിയാലിറ്റിയിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പറയുന്ന റാഷിദിന്റെ പ്രവചനങ്ങൾ ഒരു ഒത്തന്റിസിറ്റി ഉള്ള പോലെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അങ്ങനെ സംഭവിക്കാം, പക്ഷേ അതുകൊണ്ട് തന്നെയാണ് പലരും അത് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് റാഷിദ് ഇത്രയും കാലം പറയുന്നതെല്ലാം ആൾക്കാർ, എന്നാൽ ചിലരൊക്കെ ലീഗിന്റെ പട്ടമൊക്കെ ചാർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ തന്നെയും, പക്ഷെ പുള്ളിയുടെ ഇതുവരെയുള്ള എല്ലാ പ്രവചനങ്ങളിലും ഒരു ഒത്തന്റിസിറ്റി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും അത് തന്നെ സംഭവിച്ചു. അദ്ദേഹം പറയുന്നൊരു കാര്യം, 2001-ന് ശേഷം ഉള്ള കാലയളവിൽ LDF-ലേക്ക് പോയിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലും ഇങ്ങോട്ടേക്ക് ഒരു UDF-ലേക്ക് തിരികെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വളരെ കൃത്യമായ ഒരു നിരീക്ഷണമായിരുന്നു. ആ നിരീക്ഷണത്തിന് ഉപോത്ബലകമായ കാരണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പരിശോധിച്ച് നോക്കി അറിയാം. ഇത്തവണ 2026-ൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം UDF-നുണ്ടായി എന്നുള്ളത് തള്ളിക്കളയാൻ കഴിയുന്നൊരു വസ്തുതയല്ല. എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ, ഇപ്പൊ റാഷിദിനെ മാറ്റി നിർത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തോന്നുന്ന ഒരു ഉത്തരം, ഈ രീതിയിൽ ഒരു വലിയ വർഗീയ പ്രീണന മനോഭാവം അല്ലെങ്കിൽ രീതി നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന കാരണമൊന്നുമല്ല, കാര്യമേ അല്ല. കാരണം അതിന് ഒരു റീസൺ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു അപവാദം, മലപ്പുറവുമായി കേന്ദ്രീകരിച്ചുകൊണ്ടും ഏറ്റവും മലപ്പുറത്തെക്കുറിച്ച് പറയുകയും മുസ്ലിംസിനെ ആകമാനം എടുത്തു പറയുകയും ചെയ്ത വെള്ളാപ്പള്ളി നടേശൻ പിന്നീട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ മാത്രം കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇവിടങ്ങളിൽ CPM എന്ന പോലെ ഒരു പാർട്ടി, ഒരു ജനാധിപത്യ മതേതര പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ആ CPM എടുക്കേണ്ടിയിരുന്ന ചില നിലപാടുകൾ എടുക്കാൻ വിട്ടുപോയി എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കാര്യമായി UDF-നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമേതുമില്ല. പലപ്പോഴായി അവിടെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആ ഒന്നിനെ തള്ളിക്കളയുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം വെള്ളാപ്പള്ളി നടേശനെ തള്ളിക്കളയാതെ അതേപടി തന്നെ, എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രതികരണങ്ങളെ തിരുത്താനോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനോട് കൈ കോർക്കാതിരിക്കാനോ